എല്ലാ ദിവസവും എന്ന പോലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും നാം ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒന്നായി ഇപ്പോൾ SIR മാറിയിരിക്കുകയാണ്. നമ്മുടെ ID വിവരങ്ങൾ ഒരു ഫോമിൽ പൂരിപ്പിച്ച് നൽകുന്നു എന്നതിനപ്പുറം SIRനെ കുറിച്ച് 90% ആളുകൾക്കും അറിയില്ല. നവംബർ 4-ന് ആരംഭിച്ച് പ്രക്രിയ ഡിസംബർ 4 കൊണ്ട് അവസാനിക്കണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. BLOമാർ എന്ന് പറയുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ എത്തുന്നു, എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇങ്ങനെ ഒരു ബൂത്തിൽ 1600ഓളം ആളുകളെ ഓരോ BLOമാരും സന്ദർശിക്കേണ്ടതായുണ്ട്. എന്നാൽ ശരിക്കും SIR എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് നിങ്ങളുടെ വോട്ടവകാശത്തെ ബാധിക്കുമോ? ഇത് നിങ്ങളുടെ പൗരത്വത്തെ ബാധിക്കുമോ? ഏതൊക്കെയാണ് SIRന്റെ വിവിധ ഘട്ടങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. SIRന്റെ പൂർണ്ണ രൂപം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ്. ഇലക്ട്രൽ റോൾ പുനർക്രമീകരിക്കുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണിത്. സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഇന്റൻസീവ് ആണ്. അതായത് ഓരോ വീടുകളും സന്ദർശിച്ച് പുതിയതായി ഒന്ന് തയ്യാറാക്കുകയാണ്. സാധാരണ വോട്ടർ ലിസ്റ്റുകളിൽ നിലവിലെ അംഗങ്ങൾക്ക് ഒപ്പം പുതിയ വോട്ടർമാരെ അപേക്ഷയ്ക്കനുസരിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മരിച്ചുപോയവരുടെയും വിദേശ പൗരത്വം സ്വീകരിച്ചവരുടെയും ഒക്കെ പേരുകൾ കാര്യമായി ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ പ്രത്യേക ഇന്റൻസീവ് പുനർക്രമീകരണത്തിലൂടെ ഓരോ ബൂത്തിലും സ്ഥിരതാമസം ഉള്ളവർക്കും മാത്രം BLOമാർ വഴി ലിസ്റ്റിലേക്ക് പേര് ചേർക്കുവാൻ കഴിയും. വീട് വിറ്റ ശേഷം സ്ഥലം മാറിപ്പോയവരും വീട് വിറ്റ ശേഷം വിദേശത്തേക്ക് പൂർണ്ണമായി താമസം മാറിയവരെയും സ്ഥലം മാറിയതായി BLO റിപ്പോർട്ട് നൽകും. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ SIR നടപടി പൂർത്തീകരിക്കുവാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നവംബർ 4-ന് SIR നടപടി ആരംഭിച്ച് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുവാൻ BLOമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആയതിനാൽ ഇതിനകം തന്നെ BLOമാർ വീടുകളിൽ കയറി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് തിരികെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഈ SIR നടത്തിപ്പിന് പിന്നിലെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന്, വോട്ടർ ലിസ്റ്റ് ഒന്ന് വൃത്തിയാക്കുക. ഇരട്ട വോട്ടർമാരെയും വിദേശത്ത് പൗരത്വം നേടിയ യോഗ്യതയില്ലാത്ത വോട്ടർമാരെയും മൺമറിഞ്ഞു പോയവരെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക. ഇലക്ഷൻ റോളിൽ യോഗ്യരായവർ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കുക. രണ്ടാമത്തേത്, പഴയ വോട്ടർ ലിസ്റ്റുമായി വേരിഫൈ ചെയ്യുക. 2002-ലെ അടിസ്ഥാന വോട്ടർ ലിസ്റ്റുമായി താരതമ്യം ചെയ്ത് അവരുടെ പിൻതലമുറയാണ് ഇപ്പോഴുള്ള ലിസ്റ്റിൽ ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്, വോട്ടർ ലിസ്റ്റിൽ യോഗ്യരായവരെ മാത്രം ഉൾപ്പെടുത്തുക. വോട്ടവകാശമുള്ള എല്ലാ പൗരന്മാരും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നാലാമത്തേത്, കൃത്യത വരുത്തണം. 2002-ലെ ബേസ് ലിസ്റ്റിൽ ഓരോ ഇലക്ഷനും മാറ്റങ്ങൾ വരുത്തി ഏച്ചുകെട്ടി പണിത കെട്ടിടം പോലെയാണ് ഇപ്പോൾ വോട്ടർ ലിസ്റ്റ്. എന്നാൽ ഒരു കൃത്യമായ രേഖ ആയി വോട്ടർ ലിസ്റ്റിനെ മാറ്റണമെങ്കിൽ എല്ലാ വീടുകളിൽ നിന്നും ഡാറ്റ ശേഖരിച്ച് പുതിയതായി ഒന്ന് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തേത്, വോട്ടർമാരുടെ മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത അവരുടെ മക്കളുടെയും വിവരങ്ങൾ അവർക്ക് പ്രായപൂർത്തിയാകുന്നത് എന്നാണെന്നും ഉള്ള വിവരം ശേഖരിക്കുക എന്നതും ഇതിന്റെ ഉദ്ദേശമാണ്. പല ആളുകളും രാഷ്ട്രീയ നേതാക്കളും SIRനെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. ഇത് അവകാശങ്ങളെ ഹനിക്കുകയും ഈ പ്രക്രിയ തിടുക്കത്തിൽ ചെയ്യുന്നതാണ് എന്നുമുള്ള ഒരു റെസൊല്യൂഷൻ കേരള നിയമസഭാ സമ്മേളനം പാസാക്കിയിരുന്നു. SIR രാഷ്ട്രീയ പ്രേരിതമാണെന്നും പുനർക്രമീകരിക്കുന്ന വോട്ടർ ലിസ്റ്റ് വരുന്ന ഇലക്ഷനെ ബാധിക്കുമെന്നും വിമർശകർ പറയുന്നു. പക്ഷേ SIRന്റെ പ്രധാന ലക്ഷ്യം ക്ലീൻ ആയ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ വോട്ടവകാശത്തെ SIR ദോഷമായി ബാധിക്കുമോ എന്നത് ഉയരുന്ന സംശയമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ലിസ്റ്റിൽ നിന്ന് പേര് നീക്കപ്പെടാനുള്ള സാധ്യത. നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം ശരിയായ രീതിയിൽ പൂരിപ്പിച്ചില്ലെങ്കിലോ BLO വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ ഇല്ലെങ്കിലോ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നില്ലെന്നിരിക്കും. രണ്ട്, തിരിച്ചറിയൽ രേഖകൾ. യാതൊരു തിരിച്ചറിയൽ രേഖയുടെ കോപ്പിയും വാങ്ങുന്നില്ല. ഒപ്പം ID നമ്പർ പോലും വേണമെങ്കിൽ നൽകിയാൽ മതി എന്നാണ് പറയുന്നത്. ഒരു വ്യക്തമായ വോട്ടർ ലിസ്റ്റ് രൂപീകരിക്കുവാൻ ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന ആശങ്കയുണ്ട്. മൂന്നാമത്, സമ്മർദ്ദം. BLOമാർക്ക് ഈ പ്രക്രിയ ചെയ്തു തീർക്കുവാൻ നൽകിയിരിക്കുന്നത് ഒരു ചുരുങ്ങിയ സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ശേഖരിക്കുന്ന ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് എന്നോ ആരെയെങ്കിലും വിട്ടുപോയി എന്നോ നോക്കാനുള്ള സമയം ഇവർക്ക് ഇല്ല. അതുകൊണ്ട് നിരവധി തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തേത്, ഒബ്ജക്ഷൻ ഫേസ്. ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ ക്ലെയിമിനും ഒബ്ജക്ഷനും സമയപരിധിയാണ്. തെറ്റായി ആളുകളെ ഉൾപ്പെടുത്തിയെന്നും ഒഴിവാക്കണമെന്നും ഈ സമയത്ത് മറ്റാളുകൾക്ക് വാദിക്കുവാൻ കഴിയും. അഞ്ചാമത്തേത്, ഹിയറിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. ജനുവരി അവസാനം വരെ ഹിയറിംഗിന് ഉള്ള സമയമാണ്. ഈ സമയം ആളുകളുടെ വാദം കേൾക്കുകയും ഫൈനൽ ലിസ്റ്റ് ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. SIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ആശങ്ക പൗരത്വമാണ്. നിലവിലെ നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺ ചർച്ചാ വിഷയം ആകുമ്പോൾ പുതിയ വോട്ടിംഗ് ലിസ്റ്റിലെ രേഖകൾ പൗരത്വ ലിസ്റ്റിലേക്ക് കൂടിയാണോ എന്ന് ആളുകൾ സംശയിക്കുന്നുണ്ട്. പ്രായപൂർത്തി ആയവരുടെ മാത്രമല്ല
കുട്ടികളുടെ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ട് പൗരത്വം സാധൂകരിക്കാനുള്ള ഒരു ഡാറ്റ ആയി ഇത് മാറുമോ എന്ന സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പലരുടെ അടുത്തും എന്യൂമറേഷൻ ഫോം കൊണ്ടുവന്ന് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാനാണ് ഈ SIR എന്ന് പറയുമ്പോൾ എനിക്ക് ആരെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവിക്കാൻ കഴിയൂ, അതുകൊണ്ട് എന്തിന് ഈ ലിസ്റ്റിൽ പേര് ചേർക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ വോട്ടവകാശം പരോക്ഷമായി നിങ്ങൾക്ക് നൽകുന്ന ഒരു സാധ്യതയുണ്ട്. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യത്തിലാകാതിരിക്കുവാൻ സാമൂഹികമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിലൊന്നാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതനുസരിച്ച് ശരിയായ രേഖകൾ ഉള്ളവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കില്ല. 2002 ബേസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിലവിലെ 68% വരുന്ന വോട്ടർമാർക്കും 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമായി ബന്ധം തെളിയിക്കുന്ന നിലവിലെ വോട്ടർമാർക്കും പുതിയ ലിസ്റ്റിൽ സാധ്യത ഉണ്ടാകും. SIRലെ വിവരങ്ങൾ പൗരത്വത്തെ ബാധിക്കുമോ എന്ന ഒരു ആശങ്ക സാധാരണ ആളുകൾക്കിടയിലുണ്ട്. അതിന് കാരണമുണ്ട്. ഒന്ന്, 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് നിലവിലെ SIR വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. കൂടാതെ ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നത് വോട്ടർ ID ഉള്ളവർക്ക് മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതായുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏക പൗരത്വമുള്ള രാജ്യമാണ് നമ്മുടേത്. വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ പൗരത്വം. കാരണം വിദേശ പൗരത്വം സ്വീകരിച്ചാലും 7 വർഷത്തിൽ അധികമായി മറ്റൊരു രാജ്യത്ത് സ്ഥിരമായി താമസിച്ചാലും ഇന്ത്യൻ ഭരണഘടനയോട് കൂറ് കാണിക്കാതിരുന്നാലും ശത്രു രാജ്യവുമായി നിയമപരമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരു രാജ്യത്ത് 5 വർഷത്തിലധികം നാളത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായാലും നഷ്ടപ്പെടുന്ന ഒന്നാണ് ഇന്ത്യൻ പൗരത്വം. എന്നാൽ ഈ SIRന്റെ കാര്യത്തിൽ ഈ ആശങ്കയുടെ ആവശ്യമില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. കാരണം ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു പ്രക്രിയയാണിത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതായത് ഒരു ഓട്ടോണോമസ് ബോഡിയാണ്. എന്നാൽ പൗരത്വം ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ SIRലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകണോ വേണ്ടയോ എന്ന് ഒരിക്കലും തീരുമാനിക്കില്ല എന്ന് ഔദ്യോഗികമായി പറയുന്നു. പൗരത്വത്തിന്മേൽ ഇലക്ഷൻ കമ്മീഷന് യാതൊരു അധികാരവും ഇല്ലതാനും. 1950 ജനാധിപത്യ നിയമപ്രകാരം അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 പ്രകാരം കൃത്യമായ ഇടവേളകളിൽ നടത്തുന്ന ഒന്നാണ് SIR. നിയമപ്രകാരം പ്രായപൂർത്തിയായ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ഇലക്ട്രൽ റോളിൽ ഉൾപ്പെടുവാൻ ഉള്ള അവകാശമുള്ളത്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ കീഴിൽ വരുന്നതാണ് ഈ SIR. ഒരിക്കലും ഇത് സിറ്റിസൺഷിപ്പിന് കീഴിൽ വരുന്നതല്ല. SIRന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് കൂടി വിശദീകരിക്കാം. സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ BLO അല്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരായി തിരഞ്ഞെടുക്കുന്നു. ഇവർക്ക് ട്രെയിനിങ് നൽകി നിലവിൽ വോട്ടർ ID ഉള്ള ആളുകളുടെ വിവരങ്ങൾ അനുസരിച്ചും അവരുടെ കുടുംബാംഗങ്ങളുടെ വിവരം അനുസരിച്ചും ഓരോ വീടുകളിലെത്തിയും ഈ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുക. 2002 വോട്ടർ പട്ടിക ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രിന്റുകളെല്ലാം എടുത്ത് BLOമാർ വീടുകളിലെത്തി ഇതിനകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. 2026 വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ചേർക്കുവാനുള്ള ഫോമുകളാണിത്. വിവരങ്ങൾ പൂരിപ്പിച്ച് ഒപ്പിട്ട ഫോമുകൾ BLOമാർ തിരികെ വാങ്ങുന്നു. വിദേശത്തായിരിക്കുന്നവർക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിക്കാനുള്ള സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതേ ഉള്ളൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നില്ല. ഡിസംബർ 4 ഈ എന്യൂമറേഷൻ ഘട്ടം അവസാനിക്കുകയും ഡിസംബർ 9 ഡ്രാഫ്റ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ക്ലെയിം ചെയ്യാനുള്ള അവസരം ഉണ്ട്. ആരെങ്കിലും തെറ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ നൽകാനും അവസരം നൽകുന്നുണ്ട്. അതിനുള്ള നോട്ടീസുകൾ നൽകുകയും ഹിയറിംഗ് ജനുവരി 30 കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. ഈ ക്ലെയിമുകളും ഒബ്ജക്ഷനുകളും വെരിഫൈ ചെയ്യേണ്ടതായുണ്ട്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് ഫെബ്രുവരി 7 ഫൈനൽ ലിസ്റ്റ് പുറത്തുവിടും. SIR നടത്തുന്ന ഈ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് 5 തരം ഉദ്യോഗസ്ഥരാണ്. 1, ബൂത്ത് ലെവൽ ഓഫീസർമാർ. ഇവരാണ് മുൻനിര ജോലിക്കാർ. ഇവർ വീടുകളിൽ ഫോം എത്തിച്ച് പൂരിപ്പിച്ച് തിരികെ വാങ്ങി അപ്ലോഡ് ചെയ്യുന്നു. 2, സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സ്. BLOമാരെ സ്ഥിരമായി സന്ദർശിച്ച് അവരുടെ പ്രവർത്തനം വിലയിരുത്തുന്നതാണ് ഇവരുടെ ജോലി. 3, അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. എന്യൂമറേറ്റേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുകയും ഡേറ്റ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. 4, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ. ഭരണഘടനാ പ്രകാരമുള്ള റിവിഷൻ പ്രോസസ്സ് ക്രമീകരിക്കുകയും ഒബ്ജക്ഷൻ, വെരിഫിക്കേഷൻ എന്നിവ കൈകാര്യം ചെയ്യുകയും ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നവരാണ്. 5, ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർമാർ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ ഓഫീസർമാർ. ഈ പദ്ധതി പ്ലാൻ ചെയ്യുകയും ട്രെയിനിങ് നൽകുകയും വാർത്തകൾ നൽകുകയും ഇവർ ചെയ്യുന്നു. 6, SIRനായി ഒരു ഹെൽപ്പ് ഡെസ്കും എല്ലാ ജില്ലാ ആസ്ഥാനത്തും ഉണ്ടാകും. പൗരന്മാരുടെ സംശയങ്ങൾ നേരിട്ട് പരിഹരിക്കുവാൻ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇത്. ഈ എന്യൂമറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്നും കൂടി പറയാം. ഫോമിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ പേര്, വോട്ടർ ID നമ്പർ, വിലാസം തുടങ്ങി ഫോട്ടോ വരെ പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് താഴെ വരുന്ന 9 വിവരങ്ങൾ ഒരു ബോക്സിലാണുള്ളത്. ഇത് കൃത്യമായി മലയാളത്തിൽ പൂരിപ്പിക്കുക. പിതാവിന്റെയും മാതാവിന്റെയും പേര് 2002 വോട്ടർ ലിസ്റ്റിൽ ഉള്ളതുപോലെ തന്നെ എഴുതുക.
എപിക് നമ്പർ എന്നാൽ ഇലക്ട്രൽ ഫോട്ടോ ഐഡന്റിറ്റി നമ്പർ എന്നാണ്. അതായത് വോട്ടർ ഐ ഡി നമ്പർ. പിതാവിന്റെയും മാതാവിന്റെയും വോട്ടർ ഐ ഡി കാർഡിൽ നിന്ന് ഈ നമ്പർ ലഭിക്കും. നിങ്ങൾ 2002 ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളാണ് എങ്കിൽ പിതാവിന്റെയും മാതാവിന്റെയും എപിക് നമ്പർ നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പങ്കാളിയുടെ എപിക് നമ്പർ വരെയുള്ള കാര്യങ്ങൾ പൂരിപ്പിച്ചാൽ ആ ബോക്സ് അവസാനിക്കുന്നതായി കാണാം. അടുത്തതായി വരുന്ന ബോക്സിൽ 2 ഭാഗങ്ങളുണ്ട്, ഇടതുവശത്തും വലതുവശത്തും. നിങ്ങളുടെ പേര് 2002 വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എങ്കിൽ ആദ്യത്തെ ഇടതുവശത്തെ ഭാഗം പൂരിപ്പിക്കുക. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർ പൂരിപ്പിക്കേണ്ട ബോക്സ് ആണ് വലതുവശത്തേത്. എന്നാൽ ഈ ബോക്സിൽ പൂരിപ്പിക്കേണ്ടത് സ്വന്തം വിവരമല്ല. വലതുവശത്തെ ബോക്സിൽ പൂരിപ്പിക്കേണ്ടത് സ്വന്തം വിവരമല്ല. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്ന നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരുടെയോ ഏതെങ്കിലും ഒരാളുടെ വിവരമാണ് നൽകേണ്ടത്. നിങ്ങളുടെ പിതാവിന്റെ വിവരമാണ് നൽകുന്നതെങ്കിൽ പേരിന് നേരെ നിങ്ങളുടെ പിതാവിന്റെ പേര് എഴുതുക. തുടർന്ന് പിതാവിന്റെ എപിക് നമ്പർ എഴുതുക. അതിനുശേഷം ബന്ധുവിന്റെ പേരെന്ന് കാണാം. അവിടെ പിതാവിന്റെ ബന്ധുവായി പിതാവിന്റെ വോട്ടർ ഐ ഡിയിൽ നൽകിയിരിക്കുന്ന ആളുടെ പേരാണ് നൽകേണ്ടത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരായിരിക്കാം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബന്ധുവിന്റെ പേര് എന്നതിന് നേരെ പിതാവ് എന്ന് എഴുതാം. അതായത് നിങ്ങളുടെ വിവരമല്ല ഈ ബോക്സിൽ പൂരിപ്പിക്കുന്നത്. നിങ്ങളുടെ ബന്ധു 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ട നിങ്ങളുടെ ബന്ധുവിന്റെ വിവരമാണ് ഈ വലതുവശത്തെ ബോക്സിൽ പൂരിപ്പിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യമാണ് ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന ഭാഗം. ഇത് പൂരിപ്പിച്ചു കഴിഞ്ഞാൽ തുടർന്ന് 2002 ലിസ്റ്റിൽ ഉള്ളതുപോലെ പിതാവിന്റെ ജില്ല, സംസ്ഥാനം എന്നിവയും എഴുതാം. അപ്പോൾ ഒന്നുകൂടെ സംഗ്രഹിക്കാം. 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇടതുവശത്തെ ഭാഗം പൂരിപ്പിക്കുക. 2002 ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ വലതുവശത്തെ ഭാഗം പൂരിപ്പിക്കുക. അത് നിങ്ങളുടെ വിവരമല്ല, 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ട നിങ്ങളുടെ ബന്ധുവിന്റെ വിവരങ്ങളാണ്. തുടർന്ന് 2002 ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, ബൂത്ത് നമ്പർ, ക്രമ നമ്പർ എന്നിവ BLOയോട് ചോദിച്ചറിഞ്ഞ് പൂരിപ്പിക്കാം. അതിനുശേഷം ഫോമിൽ ഒപ്പിട്ട ശേഷം ഫോം BLOയ്ക്ക് കൈമാറാം. നിങ്ങളുടെ പേര് 2002 വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ഓൺലൈനായിട്ടാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ NVSP യിൽ നിന്ന് സെർച്ച് ഇലക്ടറൽ റോൾ എന്ന പേജ് തുറന്ന് വിവരങ്ങൾ നൽകി കണ്ടെത്തുവാൻ കഴിയും. ഫോം പൂരിപ്പിച്ച് നൽകുമ്പോൾ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കാം. അവിടെ കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത്. ഡിസംബർ 4 ശേഷം ഡിസംബർ 9 ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അതിന് ക്ലെയിം ചെയ്യുക. കളക്ടറേറ്റിലെ ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ പൗരത്വം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വോട്ടവകാശവും. ഇതിൽ SIR ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ശരിയായ രീതിയിൽ പൂരിപ്പിച്ച് നൽകാതിരുന്നാൽ അല്ലെങ്കിൽ ഈ ഫോം പൂരിപ്പിക്കുകയോ നൽകുകയോ ചെയ്യാതിരുന്നാൽ ഈ വോട്ടവകാശ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ പുറന്തള്ളപ്പെട്ടേക്കാം. 2002 വോട്ടർ ലിസ്റ്റിലെ പേരുമായി അല്ലെങ്കിൽ ഉൾപ്പെട്ട ആളുമായി ബന്ധിപ്പിക്കുന്നത് ഈ 30 വർഷത്തിനിടയിൽ അനധികൃതമായി വന്നവർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ആയിരിക്കാം. നാളെ ഒരു സമയത്ത് പൗരത്വ സംബന്ധമായ രേഖകൾ ശേഖരിക്കുമ്പോൾ 2026 SIR നിങ്ങൾക്ക് സാധുത നൽകിയേക്കും. അതുകൊണ്ട് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന SIR വളരെ ഗൗരവത്തോടെ കാണുക. കൃത്യമായി ഫോം പൂരിപ്പിച്ച് നൽകുക. ഫോം നൽകിയ ശേഷവും ഡിസംബർ 9 പുറപ്പെടുവിക്കുന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുന്നില്ലെങ്കിൽ വേഗം തന്നെ അതിനുള്ള ക്ലെയിം നൽകുക. ഇനിയും SIR കാര്യമായി കാണാത്തവർ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വിവരം പങ്കുവയ്ക്കുക. അതിനായി ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ പലതവണ മാറ്റങ്ങൾ വരുത്തി ആകെ അനുകൂലത്തായ വോട്ടർ ലിസ്റ്റാണ് നിലവിലുള്ളത്. ഒരേ ആളുടെ പേര് ഒന്നിലധികം തവണയും അയോഗ്യരായവരും ലിസ്റ്റിലുണ്ട്. പല വോട്ടർമാരുടെയും പേരുകൾ ലിസ്റ്റിൽ ഉൾപ്പെടാതെയും പോകുന്നു. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ഇലക്ഷൻ നടക്കില്ല. സുതാര്യമായ ഇലക്ഷൻ ഒരു ക്ലീൻ വോട്ടർ ലിസ്റ്റ് ഉണ്ടാകണം. പക്ഷേ SIR പ്രക്രിയ ഇത്ര ധൃതിയിൽ നടത്തുന്നത് ശരിയല്ല. കാരണം ഈ കാര്യം ഈ സമയത്തിനുള്ളിൽ എല്ലാവരിലേക്കും എത്താനും ഈ ഫോമുകൾ കൃത്യമായി BLOമാർ ചെക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും കഴിഞ്ഞെന്ന് വരില്ല. ഇതുമൂലം പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. പിന്നെ പേര് ചേർക്കാനായി പല ഓഫീസുകൾ കയറി നടക്കേണ്ടി വരും. പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിലിടപെട്ട് അനുകൂല വോട്ടുകൾ നൽകാത്ത ആളുകളെ ഒഴിവാക്കാനായി BLOമാർക്ക് തെറ്റായ വിവരം കൈമാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനം വളരെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് SIR അതിന്റെ പ്രാധാന്യത്തോടെ കാണുക. ഒരു ക്ലീൻ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ ഭാഗമാകുന്നതിനൊപ്പം ഈ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ടത് അതിന് യോഗ്യരായ ഓരോരുത്തരുടെയും ആവശ്യവുമാണ്. നിങ്ങളുടെ വോട്ടാണ് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ശബ്ദമാണ്. ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.